നമസ്കാരം. വയറുകളോ കേബിളുകളോ ഒന്നുമില്ലാതെ വൈഫൈ ഉപയോഗിക്കുന്നത് പോലെ വൈദ്യുതി പ്രസരിക്കാൻ കഴിയുമെന്ന് കേട്ടാൽ അത് കെട്ടുകഥയാണെന്ന് തള്ളിക്കളയരുത്. സംഗതി സത്യമാണ്. നൂറ്റാണ്ടിൻ്റെ കണ്ടുപിടുത്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇത് വിജയിപ്പിച്ചത് ഫിൻലൻഡിലെ ശാസ്ത്രജ്ഞരാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽസിങ്കി, യൂണിവേഴ്സിറ്റി ഓഫ് ഔലു എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞർ വായുവിലൂടെ വൈദ്യുതി കൈമാറുന്നതിനുള്ള പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി കഴിഞ്ഞു. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് റെസോണൻസ് മാഗ്നെറ്റോ ഇൻഡക്റ്റീവ് സാങ്കേതികവിദ്യ എന്നിവയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളും ലേസർ രശ്മികളും ഉപയോഗിച്ച് വൈദ്യുതിയെ വായുവിലൂടെ കൃത്യമായ പാതയിലൂടെ നയിക്കാമെന്നും ഇവർ തെളിയിച്ചിരിക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ നിക്കോളാസ് ടെസ്ലയുടെ 1 നൂറ്റാണ്ട് പഴക്കമുള്ള സ്വപ്നമാണിതെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. കേബിളുകളോ പവർ സ്റ്റേഷനുകളോ ഇലക്ട്രിക് പോസ്റ്റുകളോ ഇല്ലാതെ എവിടെയും ആളുകൾക്ക് വൈദ്യുതി ലഭിക്കുന്ന ഒരു ലോകം ടെസ്ല സങ്കല്പിച്ചു. 1900-ന്റെ തുടക്കത്തിൽ ദീർഘദൂരങ്ങളിലേക്ക് വയർലെസ് ആയി വൈദ്യുതിയും ആശയവിനിമയം കൈമാറുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം അമേരിക്കയിൽ പ്രശസ്തമായ വാർഡൻ ക്ലിഫ് ടവർ അഥവാ ടെസ്ല ടവർ നിർമ്മിച്ചു. പക്ഷേ പ്രധാനമായി സാമ്പത്തികവും മറ്റു പല കാരണങ്ങളാലും ആ പദ്ധതി വിജയത്തിൽ ഫലപ്രാപ്തിയിലെത്തിയില്ല. ടെസ്ലയുടെ ആ സ്വപ്നമാണ് ഫിൻലൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിങ്കിയിലെ ഔലു സർവകലാശാലയിലെ ഗവേഷകർ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി എന്ന അടിസ്ഥാന തത്വത്തിലൂന്നിയാണ് ഫിൻലൻഡ് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഈ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. അതിനായി ഔലുവിലെ ഗവേഷകർ ലോഹ വയറുകൾക്ക് പകരം വായുവിനെ തന്നെ ഒരു വൈദ്യുത ചാലകമാക്കി രൂപപ്പെടുത്താൻ അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചു. ഈ ശബ്ദ തരംഗങ്ങൾ വായു സാന്ദ്രതയെ വളരെയധികം കുറയ്ക്കുകയും ചെറിയ വൈദ്യുതി തരംഗങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഇടുങ്ങിയ പാതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ ശബ്ദ നിർമ്മിത പാതകൾ വയറുകൾ പോലെ പെരുമാറുന്നതിനാൽ ശാസ്ത്രജ്ഞർ അവയെ അക്കൗസ്റ്റിക് വയറുകൾ എന്നാണ് വിളിക്കുന്നത്. ലോഹത്തിന് പകരം ശബ്ദത്തിൽ നിന്ന് നിർമ്മിച്ച അദൃശ്യമായ വയറുകൾ, കൂടാതെ ശബ്ദത്തോടൊപ്പം പ്രകാശത്തെ വൈദ്യുതിയാക്കാൻ മാറ്റാൻ കഴിയുന്ന പ്രത്യേക റിസീവറുകളിലേക്ക് പ്രകാശമായി ഊർജ്ജം അയക്കാൻ കഴിയുന്ന ലേസറുകളും ഉപയോഗിച്ചു. വൈദ്യുതി ശേഖരിക്കാൻ റേഡിയോ ഫ്രീക്വൻസി സിസ്റ്റങ്ങളും ഘടിപ്പിച്ചു. ഈ രീതികളുടെ സംയോജനം നേരിട്ടുള്ള സമ്പർക്കമില്ലാതെ അന്തരീക്ഷത്തിലൂടെയുള്ള വൈദ്യുതി വിതരണം സാധ്യമാകുമെന്ന് ഫിൻലൻഡ് ലോകത്തിന് കാണിച്ചു കൊടുത്തു. പക്ഷേ ഇത് നിലവിലെ വൈദ്യുതി വിതരണത്തിന് പകരം വെക്കാനുള്ള സമയമായിട്ടില്ല. വൈദ്യുതി ലൈനുകൾക്ക് പകരമായി ഒരു വലിയ ഗ്രിഡായി മാറിയിട്ടില്ല. പകരം പരിമിതമായ ദൂരത്തേക്ക് വൈദ്യുതി എത്തിക്കാനുള്ള സംവിധാനമാണ് നിലവിലുള്ളത്. ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിലവിൽ ചെറിയ അളവിലുള്ള വൈദ്യുതി മാത്രമേ കൈമാറാൻ കഴിയൂ. കുറഞ്ഞ ദൂരത്തേക്ക് മാത്രമേ ഇത് ഫലപ്രദമാകൂ. ദൂരം കൂടുന്തോറും കാര്യക്ഷമത കുറയും. പക്ഷേ സെൻസറുകൾ, മെഡിക്കൽ ഇംപ്ലാന്റുകൾ, IoT ഉപകരണങ്ങൾ എന്നിവ വയറുകളില്ലാതെ പ്രവർത്തിപ്പിക്കാൻ ഇത് ഭാവിയിൽ സഹായിക്കും. അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ വയറുകൾ ഉപയോഗിക്കാതെ വൈദ്യുതി എത്തിക്കാനും ഇത് ഉപകരിക്കും. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും അന്തരീക്ഷത്തിലൂടെ വൈദ്യുതി എത്താൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ സുരക്ഷാവശങ്ങളും ശാസ്ത്രലോകത്ത് ചർച്ചയാവുന്നുണ്ട്. അന്തരീക്ഷത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും എന്ത് സംഭവിക്കും എന്നത് വലിയൊരു ചോദ്യമാണ്. ഇതിനെ ശാസ്ത്രജ്ഞർ നേരിടുന്നത് പ്രധാനമായും 2 രീതികളിലാണ്. എക്സ്റേ പോലുള്ള അയോണൈസിംഗ് അല്ലാത്ത റേഡിയോ തരംഗങ്ങൾക്ക് സമാനമായ തരംഗങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തില്ല. വൈദ്യുതി അന്തരീക്ഷത്തിലേക്ക് വെറുതെ തുറന്നു വിടുകയല്ല ചെയ്യുന്നത്, മറിച്ച് സെൻസറുകളുടെ സഹായത്തോടെ അയക്കുന്ന കേന്ദ്രവും സ്വീകരിക്കുന്ന കേന്ദ്രവും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. ഈ പാതയിൽ തടസ്സങ്ങൾ വന്നാൽ, അതായത് ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ പക്ഷികൾ വന്നാൽ ഉടൻ തന്നെ വൈദ്യുതി പ്രവാഹം നിലയ്ക്കുന്ന തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇതിലുണ്ട്. മനുഷ്യ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ കഴിയാത്ത തരം ഫ്രീക്വൻസികൾ ഉപയോഗിക്കുന്നതിലൂടെ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയും ഒഴിവാക്കുന്നു. ഈ സാങ്കേതികവിദ്യ നമ്മുടെ വീടുകളിലെത്താൻ ഇനിയും സമയമെടുക്കും. 1ാം ഘട്ടമായി മൈക്രോ ചിപ്പുകൾ, പേസ് മേക്കറുകൾ, ചെറിയ സെൻസറുകൾ എന്നിവയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നു. അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിലാണ് 2ാം ഘട്ടം. ഫാക്ടറികളിലെ റോബോട്ടുകൾക്ക് ചാർജ് നൽകാനും വയറുകളില്ലാതെ ഓഫീസുകളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും ഇത് ഉപയോഗിച്ചു തുടങ്ങും. വൈദ്യുതി ലൈനുകൾ പൂർണ്ണമായും ഒഴിവാക്കി വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കുക എന്നത് 3ാം ഘട്ടമാണ്. ഇതിപ്പോഴും ഒരു വലിയ വെല്ലുവിളിയാണ്. ഇതിന് വലിയ ചിലവും വമ്പിച്ച ഇൻഫ്രാസ്ട്രക്ചർ മാറ്റങ്ങളും ആവശ്യമാണ്. ഈ വിദ്യ വ്യാപകമാകുന്നതിന് പ്രധാനമായും 2 തടസ്സങ്ങളാണുള്ളത്. കേബിളിലൂടെ വൈദ്യുതി പോകുന്നതിനേക്കാൾ കൂടുതൽ ഊർജ്ജം വായുവിലൂടെ പോകുമ്പോൾ നഷ്ടപ്പെടുന്നു. നിലവിലെ ഗ്രിഡ് സംവിധാനത്തേക്കാൾ വലിയ ചിലവ് ഈ സാങ്കേതിക വിദ്യയ്ക്ക് വരും. അതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് വൈഫൈ പോലെ വൈദ്യുതി എത്തിക്കുക എന്നതൊക്കെ പ്രായോഗികമാകാൻ ഇനിയും കടമ്പകൾ ഒട്ടേറെയാണ്.